രാവിലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട് വന്നാക്കിയിട്ട് അപ്പോൾ ഈ വഴുതനങ്ങ നിൽക്കണമ്പേ നല്ല ഭംഗിയുടെ കളർ കാണാനായിട്ട്. ഇതൊരു ചുവപ്പും കറുപ്പയും കൂടിയ ഒരു കളറാണ് കേട്ടോ. പക്ഷെ വീഡിയോയിൽ കറുപ്പായിട്ടാണ് കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത് നീണ്ടു വന്ന വഴുതനങ്ങയായിരുന്നത്, ഇപ്പോൾ ഉണ്ടൻ വഴുതനങ്ങ. ഇനി ചെയ്യാൻ പോണത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ചേട്ടൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടാൻ പോയാണെന്ന്. കുറേ നാളായി ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ നടണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നേഴ്സറി കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അങ്ങനെ അത് ആളിന്ന് അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ വളമൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ പഴയ ആട്ടിൻകൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ആ വളമൊക്കെ എടുക്കുന്ന ആളിരുന്നുണ്ട്. മണ്ണൊക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുക്കള വേസ്റ്റിൻ്റെ. അപ്പോൾ ഇന്നലെ ചേട്ടനത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആ വളം ഇങ്ങോട്ട് എടുക്കുകയാണ്. അതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് നടാനായിട്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലാണ് കേട്ടോ നടണത്. എന്ന് വെച്ചാൽ ഇത് തക്കാളി തൈ നട്ടിരുന്ന തക്കാളി തൈ ഇപ്പോൾ ഒരുവിധം തീർന്നു. തക്കാളി ഉണ്ടായി ഒരുവിധം തീർന്നിട്ടുണ്ട്. പൊടരിത്ത് വെച്ചിരുന്നതാണ് ഇതിൽ. അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന തക്കാളി പറിച്ച് മാറ്റിയിട്ട് ആ തൈ പറിച്ച് മാറ്റിയിട്ട് ഇതിൽ ഉള്ള മണ്ണൊക്കെ ചേട്ടൻ്റെ ഇപ്പുറത്തെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇതിലോട്ട് ഇനി മണ്ണും വളമൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം നടാനായിട്ട്. ആളത് ചവറെടുക്കാൻ പോയിട്ടുണ്ട്. ഇതിൽ കരിയിലകൾ കിട്ടിട്ടുണ്ട് നടാനായിട്ട്. വേപ്പം പിണ്ണാക്കൊക്കെ ഉണ്ടായിനി. വേപ്പം പിണ്ണാക്കല്ലേ, വേപ്പം പിണ്ണാക്കിട്ട് കൊടുക്കുന്നുണ്ട് അടിവളയിട്ട്. അപ്പോൾ കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഏറ്റവും അടിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ അങ്ങാട് പോകുമെന്ന്. അപ്പോൾ ചവറിൻ്റെ മേലെ തന്നെ ഇട്ടില്ല, ചവറിൻ്റെ മേലെ മണ്ണിട്ടിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണത്. എല്ലുപൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ. ഇതിപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഇന്നാണ് നമുക്ക് നേരം കിട്ടിയത്. ഇതാണ് നടന്നത്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എവിടെ വെക്കണമെന്ന് ചേട്ടൻ നോക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അതും ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കണമല്ലോ. ഇപ്പോൾ ഇവിടെ വെക്കണമെന്ന് നോക്കണം. കാരണം നമുക്ക് ഇത്തിരി വെയിലും വേണ്ട ഇതിന്. മുട്ടത്തോട് പൊടിച്ചതൊക്കെ ഇടുകയാണ്. ഇപ്പം നമ്മൾ ഇവിടെയാണ് വെച്ച് കൊടുക്കണത്. നമുക്ക് ഒരു നിശ്ചയമില്ലോട്ട് ഈ സംഗതി അങ്ങനെയാണ് നടന്നതൊന്നും പിടിപ്പിക്കണമെന്നൊക്കെ. എന്നാലും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണമെന്നുള്ളൂ. ചേട്ടൻ്റെ ഇതിന് ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ട. അപ്പോഴാണ് ഞാൻ നമ്മുടെ തക്കാളി ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ തക്കാളി ഉണ്ടായിട്ടുണ്ട്. വഴുതനങ്ങ ഉണ്ട്. ഇവിടെ തക്കാളി ഞാൻ ഇന്നാട്ട കണ്ടുള്ളൂ. ഇവിടെ കണ്ടെന്ന് പറയണ്ടായിരുന്നു ചോദിച്ചപ്പോൾ. 3-4 ജനം ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ഇത് ഒരു മുരടിച്ചിരിക്കണം തക്കാളി തയ്യായിരുന്നു കേട്ടോ. ഇതങ്ങനെ പിടിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ വന്നു പറഞ്ഞ, പക്ഷെ ഇന്നലെ ഞാൻ കണ്ടില്ല കേട്ടോ. ഇതിൽ 2 തൈ ഉണ്ട് കേട്ടോ. വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു തൈയും കൂടി ഉണ്ട്. ഇതിൽ 2 തൈ ഉണ്ട്. കമ്പോസ്റ്റ് മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണ മണ്ണാണ് കേട്ടോ. അതും കൂടിയാണ് അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്തൊക്കെയായാലും പിടിക്കട്ടെ അല്ലേ. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. എന്നുവെച്ചാൽ നമ്മൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിയുമ്പോൾ അധികം ടേസ്റ്റ് ഇല്ല. നമ്മുടെ വീട്ടിലുണ്ടാവണ ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരം ഉണ്ടെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അങ്ങനൊരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഇത് വാങ്ങിച്ചത്. നമ്മുടെ കുഞ്ഞു ആഗ്രഹങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്തണമല്ലോ. ഏകദേശം നമ്മുടെ പണികൾ നടൽ കഴിഞ്ഞ് 2 നമ്മൾ ഒരു പോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്.
പടന്ന് കയറാനുള്ളത് പിന്നെ ചെയ്യാന്ന് പറയേണ്ടത് ഒന്നും പൊന്തി വരട്ടെ അല്ലേ, എന്നിട്ട് നമുക്ക് അതെ നമുക്ക് ഇതെങ്ങനെയാണ് നടന്നതെന്നും ഞാൻ യൂട്യൂബിൽ നോക്കിയുമില്ലട്ടോ, എന്തൊക്കെയാണ് ഇതിന് വേണ്ടി ചെയ്യണമെന്നും നോക്കിയില്ല. അപ്പം നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ഞാൻ ഒരിക്കലേ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ അവരുടെ രണ്ടാം നിലയിൽ ഇങ്ങനെ പടത്തിയിട്ടാക്കണ കണ്ടപ്പോഴാണ് എനിക്കൊരാഗ്രഹം തോന്നിയത്. ഇനി നമ്മുടെ ഈ ബോഗൺവില്ലൊക്കെ ഇത്തിരി വളം ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ ഇപ്പോൾ ഏതായാലും വേനലായല്ല, വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം പൂവുണ്ടായാല പിന്നെ നമുക്കിത് ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഈ ബോഗൺവില്ലയും ഇങ്ങനെ ആകാശം കൂടി കാണുമ്പോഴേക്കുള്ള കാഴ്ച നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല വ്യൂ ആണിത്. എനിക്കത് ഇഷ്ടപ്പെട്ടത്. പുറത്തേതോ നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഇത് ചാണകവെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആളിതേ മോളിൽ നിന്ന് സംഗതി പൊക്കി എടുത്തിട്ടുണ്ട്. വെച്ചാൽ അധികം വെയിറ്റ് ഇല്ലെന്നോളേ, നമ്മൾ ഷവർ ഇട്ടാക്കണാൻ അധികം വെയിറ്റ് ഇല്ല ഈ സാധനത്തിന്. ഞാനോർത്ത് വെയിറ്റ് ആയിരിക്കും എന്നോർത്താണ്. പിന്നെ മേലേക്ക് ഇടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. ഇത് നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ട കളറാണെന്നൊന്നും ഇതേ ഉണ്ട് അല്ലേ, ഇത് മുറുക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടായി ഇതാണ് ചേട്ടൻ കൊണ്ടുവന്ന് ഇഷ്ട കളർ. ഒരു വൈറ്റ് കൊണ്ട് വെക്കണം അല്ലേ, വൈറ്റ് പലയിടത്തും കാണുന്നുണ്ട്. അവിടെ ഉണ്ട്, അത് ചോദിച്ചാൽ തരും. അത് അവിടെ ഈ അടുത്ത ദിവസം വെട്ടിക്കളഞ്ഞു, പക്ഷെ കൊമ്പ് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. ഓരോന്ന് വെച്ചിട്ട് വെക്കാണ് പോകാനായിട്ട് നേരമായി. ഇപ്പം ഇത് ഈ ചട്ടിക്ക് ഇത്തിരി വെയിറ്റ് ആയിരിക്കും. ഇതൊക്കെ നാടൻ ബോഗൺവില്ലകളാണ് കേട്ടോ, അല്ലാതെ പക്ഷേ നല്ല കൊമ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ എനിക്ക് തന്നാക്കണ ചേച്ചിയുടെ വീട്ടിൽ നല്ല ബുഷായിട്ട് നിൽക്കണ കൊമ്പാണ് നന്നാക്കണത്. ഇടയ്ക്ക് ബുഷായിട്ട് വരും, ഇപ്പോൾ നമ്മൾ പിടിപ്പിച്ചിട്ട് അധികം ആയിട്ടില്ലല്ലോ, അതാണ് ഇങ്ങനെ വന്നോളം പൂവായിട്ട് വേനലാകുമ്പോക്കും. നമ്മുടെ കട്ട ബോഗൺവില്ല അല്ലേ, വെറുതെ ചേച്ചിര മതിലുമ്പോൾ ഇങ്ങനെ നിലത്ത് വെച്ചിരുന്നൊരു ബോഗൺവില്ലയായിരുന്നു. ഇത് നമ്മുടെ ഇത് കല്ല് പോലെ കിടക്കണം, നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ അതെ ഇളക്കി നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ തന്നെ ഇനി ചേട്ടന് പോകേണ്ട നേരമായി. അപ്പം ഞാൻ തന്നെ ഇതൊക്കെ ഇളക്കി കൊടുത്ത് വളമൊക്കെ ഇട്ട് വെക്കാമെന്ന് ഓർത്തിരിക്കണം. ആൾ വന്നിട്ട് ഇത് മേലിലോട്ട് കയറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ആൾക്ക് പോകേണ്ട നേരമായ കാരണം ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.